ഹായ്, ഞാൻ ധന്യ. DR കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കൊത്തു പൊറോട്ടയാണ്. വളരെ എളുപ്പത്തിൽ എങ്ങനെ കൊത്തു പൊറോട്ട ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ പച്ചമുളക്, ഇത് അധികം എരിവില്ലാത്ത മുളകാണ്. നിങ്ങളുടെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി അതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അല്പം കറിവേപ്പില അതുകൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിന് സവാള അധികം വഴന്ന് പോവേണ്ട ആവശ്യമില്ല, ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇനി ഇതിലേക്ക് 1 മീഡിയം സൈസ് തക്കാളി, അതും ചെറുതായി അരിഞ്ഞതാണ്, അതുകൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയും ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. അധികം വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഇന്നലത്തെ ചിക്കൻ കറിയുടെ 2 കഷ്ണം ബാക്കിയുണ്ടായിരുന്നത് ഞാനൊന്ന് പിച്ചിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനി അതും കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാലയ്ക്കും മുട്ടയ്ക്കും ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് അധികം ആവരുത്, നമ്മൾ ചിക്കൻ കറിയുടെ ഗ്രേവിയും പൊറോട്ടയും എടുക്കുന്നുണ്ട്, അതിൽ 2നും ഉപ്പുള്ളതാണ്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മുട്ട ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ഒരു സാധാരണ വലിപ്പമുള്ള പൊറോട്ടയാണിത്, അത് ഞാൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് അല്പനേരം വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ കറിയുടെ ബാക്കിയുള്ളത് അതിൻ്റെ ഗ്രേവി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെ വേണേലും ചെയ്യാം. ആദ്യം കുറച്ചൊഴിച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ അല്പം കൂടി ചേർത്ത് കൊടുക്കണം, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഗ്രേവി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. സാധാരണ തട്ടുകടകളിലാണെങ്കിൽ ഇതുപോലുള്ള ഗ്ലാസ്സിൽ ഇതുപോലെ കൊത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ പാത്രം കേടായി പോകുന്നത് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. നമ്മൾ ചെറുതായി കട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് കൊത്തി കൊടുത്തില്ലെങ്കിലും സാരമില്ല. ഇനി നന്നായി ഒന്ന് കയ്യിൽ വെച്ച് ഒന്ന് കുത്തി നമുക്ക് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പ് നോക്കി അതിന് കുറവുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത്. ഈ കൊത്തു പൊറോട്ട, പൊറോട്ടയും കുറച്ച് ഗ്രേവിയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് അല്പം സവാളയും തക്കാളിയും മല്ലിയിലയും തൂവിക്കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റിയായ കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യാം. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്